ഹലോ, അപ്പം നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തിട്ടുള്ള കമൻറ്റ് ഇതാണ്. ഈ കമൻറ്റിൽ പറഞ്ഞ പോലെ നമുക്ക് റെയിൻബോ തീമിലൊരു ജേണൽ ചെയ്താലോ. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളാണ്. 5 മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഈ ജേണൽ ചെയ്തെടുക്കാൻ. ആകെ വേണ്ടത് കുറച്ച് കളർ പെൻസിൽസ് അല്ലെങ്കിൽ ക്രയോൺസ്, അതുപോലെ കുറച്ച് സ്കെച്ചും ഒരു A4 പേപ്പറും മതി. സോ ഞാൻ നോർമലി എല്ലാവരും റെയിൻബോ തീം എന്ന് പറയുമ്പോൾ റെയിൻബോ വരയ്ക്കുന്ന കാരണം ഞാൻ വിചാരിച്ചു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് റെയിൻബോയുടെ കളേഴ്സ് ഇങ്ങനെ ഇതുപോലെ റാൻഡമായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. അതായത് നമ്മുടെ വയലറ്റ്, ഇൻഡിഗോ, ആ വിബ്ജിയോറിൻ്റെ ആ കളേഴ്സ് ഇല്ലേ, ആ കളേഴ്സിലുള്ള ക്രയോൺസ് എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ കുറച്ച് സ്പേസ് വിടുന്നുണ്ട്. ആൻഡ് അതിൻ്റെ അകത്താണ് ഞാൻ റെയിൻബോ എന്ന് എഴുതി കൊടുക്കുന്നത്. റെയിൻബോയും ഞാൻ മൾട്ടിപ്പിൾ കളേഴ്സ് യൂസ് ചെയ്ത് എഴുതുന്നത് ലൈക്ക് ആ ഒരു റെയിൻബോയുടെ നമുക്ക് എല്ലാവർക്കും റെയിൻബോ എന്ന് പറയുമ്പോൾ പല കളേഴ്സാണല്ലോ മനസ്സിൽ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പല കളറിലൊന്ന് എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചത്. അതും നോർമൽ എൻ്റെ അടുത്തുണ്ടായിരുന്ന ഗ്ലിറ്റർ പെന്ന് വെച്ചിട്ടാണ് ഞാൻ എഴുതി കൊടുക്കുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ റെയിൻബോ തീമല്ലേ, ഒരു റെയിൻബോ കൂടെ വരയ്ക്കാമെന്ന്. സോ ഞാൻ എൻ്റെ അടുത്തുണ്ടായത് A4 പേപ്പറിൽ ഒരു മേഘം കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ താഴെ നമ്മുടെ സ്കെച്ച് പെൻസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ വിബ്ജിയോറിൻ്റെ ആ കളേഴ്സ് ഇതുപോലെ താഴത്തേക്കുള്ള പോലെ ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ മാത്രമേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. ഇനിയും ഇതുപോലത്തെ ഏതെങ്കിലും തീമിൽ നമുക്ക് ജേണൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇട്ടാൽ മതി. നമുക്ക് നെക്സ്റ്റ് അതുപോലെ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്, എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് A4 പേപ്പർ ഇല്ല, അല്ലെങ്കിൽ A4 പേപ്പർ ഈ ഒരു കളർ A4 പേപ്പർ ഇല്ല വെച്ചെങ്കിൽ നോർമൽ നിങ്ങൾക്ക് സ്കെച്ച് പെൻ യൂസ് ചെയ്ത് ഇതുപോലെ മേഘത്തിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.